ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. ഇന്ന് ഞാനേ ബേബി പൊട്ടോട്ടോസ് കൊണ്ടൊരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതായത് ബേബി പൊട്ടോട്ടോസ് തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അതിന്റെ തോല് കളയേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാണ്ടാണ് നമുക്ക് പറ്റാണ്ടാണോ? അല്ലല്ല, ഇതാ അവിടെ തോലൊന്നും കളയാനില്ല. അങ്ങനെയാണ്. എന്നിട്ട് ഇത് 2 കഷ്ണാക്കി ഇരിക്കുകയാണ് കേട്ടോ. ചെറുതല്ലേ, 2 കഷ്ണം ഇങ്ങനെ ഇങ്ങനെ കിടക്കാൻ. അതാണ് കാണാനും ഭംഗി. അങ്ങനെ പിന്നെ അതിന്റെ കൂടെ അവരെക്കാളൂ എന്ന് പറയും. അതിന് ഇവിടെ ഇത് ഞാൻ കണ്ടിട്ടില്ല. അവരെക്കാളൂ എന്ന് പറയും. ഇവിടെ ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിലൊക്കെ കിട്ടാറുണ്ട്. മൊച്ചക്കൊട്ടാന്ന് പറയും. അത് വേവിച്ചതാണത്. എന്നാലും ഇതിന് ഇത്തിരി വേവുണ്ട്. അപ്പോൾ ഇത്തിരി വേവിച്ച് വെച്ചതാണ്. പിന്നെ അതിന് വേണ്ട സാധനങ്ങള് ചതച്ച മുളക്, ഉണക്കമുളക് ചതച്ചത്, പച്ചമുളക്, പെരിഞ്ജീരകം, നല്ല ജീരകം, പിന്നെ ഇത് മല്ലി, കുരുമുളകും വറക്കാണ്ട് പച്ചക്ക് ഇങ്ങനെ തരിതരിപ്പായി പൊടിച്ചത്. മല്ലി, മുഴുവൻ മല്ലിയില്ലേ, അതും കുരുമുളകും. ഇത് പൊടിക്കുമ്പോ തരിപ്പായതാണ് അമ്മക്ക്? അല്ല, ഇത് തരിതരിപ്പായിട്ടാണ് പൊടിക്കുന്നത്. നൈസ് പൊടിയാണെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി ഇട്ടാൽ പോരെ. അപ്പൊ അതിന്റെ കൂടെ കുരുമുളകും, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും, മഞ്ഞളും, ഉപ്പും. ഓക്കെ, മഞ്ഞളും ഉപ്പും കാണിച്ചില്ല. അത് കാണിക്കണ്ട. അപ്പൊ ഞാൻ ഇടും പറയുന്നു. അപ്പൊ എണ്ണ വെക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാവണ്ടേ? ആവണമല്ലോ. എന്താ ആവണമല്ലോ? അല്ല, ആവുമല്ലോ. സ്റ്റൗ കത്തിച്ച് എണ്ണ വെച്ചാൽ പിന്നെ ചൂടാവട്ടെ. ഞാൻ അപ്പം അമ്മേനടുത്ത് ചോദ്യം ചോദിക്കണം. അമ്മ, യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, ഇപ്പൊ ഒരു കാര്യം പറയട്ടെ. ഓഹോ, അപ്പടിയാ. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം എന്താ ഞാൻ പറയാൻ പോണറിയോ? പറയണോ വേണ്ട? അമ്മ പറയാൻ സമ്മതിക്കുക. ഇതിൽ ഏതാ പെരിഞ്ജീരകം, ഏതാ നല്ല ജീരകം? അതെനിക്ക് വേറെ കാണിച്ചു തരുന്നായിരുന്നു അമ്മ. എന്നിട്ട് ഇതാണ് കുഞ്ഞി പൊട്ടോട്ടോ, ബേബി പൊട്ടോട്ടോ എന്നൊക്കെ വിളിക്കും അല്ലേ? കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. അത് ആവട്ടെ. ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഇത് മെല്ലെ ആവട്ടെ. ഓക്കെ, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി പറഞ്ഞു വേണ്ട, ഞാനൊന്നും പറയില്ല. ഇന്ന് എന്താണ് അമ്മ പറയാൻ പോണതെന്ന് കേൾക്കാം. അങ്ങനെ ഞാനിന്ന് എന്താ പറയാൻ പോണതെന്ന് അറിയോ? അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കുക, അത് പാടില്ല, അങ്ങനെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ കുറ്റം കുറവുകളൊന്നും കണ്ടുപിടിച്ച് നിങ്ങളുള്ള കുറവുകൾ എന്താ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ തദ്വിരുദ്ധമായിട്ട് അറിയാണ്, നമ്മളിലും കുറവുകളൊക്കെ ഉണ്ടാവും. അതിനെങ്കിലും ഒരുപാട് നമ്മളിൽ ഒരു കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അത് ഒന്നും നമുക്ക് എല്ലാം നമുക്ക് നല്ലതിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. നിറം കുറവ് എന്നുണ്ടെങ്കിൽ അവർ പറയും, അയ്യോ എനിക്കിതിന് നിറം കുറവാണ്. ഇത്തിരി നിറം ഉണ്ടെങ്കിൽ എന്തായിരുന്നു, എൻ്റെ ഈ നിറം കൊള്ളില്ല. പിന്നെ ചിലർ പറയും, എൻ്റെ ഈ കണ്ണ് കണ്ടില്ലേ, ഒരു ജാതി കണ്ണ്, നല്ല വിടർന്ന കണ്ണുകളാണെങ്കിൽ എന്ത് ഭംഗിയായിരുന്നേന്ന് പറയും. പക്ഷെ ദൈവം നമുക്ക് തന്നത് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്. കണ്ണിന് കാണുന്ന കാഴ്ചകൾ ഒന്നല്ലേ, എങ്ങനത്തെ കണ്ണാണെങ്കിലും. അതുപോലെ തടി കൂടി, അയ്യോ എൻ്റെ ഈ തടി എനിക്കൊരു ഭംഗിയില്ല, ഇതൊരു കുറവാണ്. തടി ഇല്ലാത്തവർ പറയും, അയ്യോ മെലിഞ്ഞ ശരീരം, ഒന്നും തടിക്കാൻ ഞാൻ എന്താ ചെയ്യാ, അതൊരു കുറവാണ്. ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു കുറവ്, ഹൈറ്റ് കുറഞ്ഞാലും കുറവ്. ഹൈറ്റ് ഉണ്ടെങ്കിൽ പറയും ഒരുപാട് കൂടിപ്പോയി, കുറഞ്ഞാൽ പറയും ഒരുപാട് കുറഞ്ഞു പോയി. നിറമുണ്ടെങ്കിൽ പറയും ഇത്തിരി ഒരു ചെറിയൊരു ഇല്ലാത്തൊരു വെളുത്തൊരു കളർ പറയും. ഇത്രയും കളർ നിറം ഇല്ലാത്തവര് എങ്ങനെയാണ് നിറം ഉണ്ടാക്കുക എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കും. അപ്പൊ മനുഷ്യന് എന്തൊക്കെ നൽകിയാലും അതിൻ്റെ ഉള്ളിൽ അവനവന്റെ കുറവ് അവനവൻ തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവം, സത്യം, സ്വാഭാവികം. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ദൈവം ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. കറുപ്പിന് കറുപ്പിന്റെ അഴകുണ്ട്, വെള്ളയ്ക്ക് വെളുത്തവർക്ക് വെളുത്തതിന്റെ അഴകുണ്ട്, തടിച്ചവർക്ക് തടിച്ചതിന്റെ അഴകുണ്ട്, മെലിഞ്ഞവർക്ക് മെലിഞ്ഞതിന്റെ അഴകുണ്ട്. ചുരുണ്ട മുടിയുള്ളവർക്ക് ചുരുണ്ട മുടിയുടെ അഴകാണെങ്കിൽ സ്ട്രൈറ്റ് മുടിയുള്ളവർക്ക് വേറൊരു അഴകാണ്. വലിയ കണ്ണുണ്ടെങ്കിൽ അതൊരു ഭംഗിയാണെങ്കിൽ ചെറിയ ചെറിയ കണ്ണുകൾക്ക് അതിൻ്റെ ഭംഗിയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ
എല്ലാ മനുഷ്യരിലും എന്തെങ്കിലും ഒന്ന് നല്ലതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ എന്നാൽ മനുഷ്യന്മാരെല്ലാം അവനവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കുറവ് തിരഞ്ഞുകൊണ്ടേ ഉണ്ടാവും. എനിക്കെന്തോ ഒരു കുറവുണ്ട്, അതല്ലേ? അപ്പോ അതിന് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു കഥയും കൂടി പറയാം. എന്നെ മാത്രം ഉദാഹരണത്തിന് പിന്നെ വെക്കരുത്. പറയില്ല, നീ എടുക്കണ്ട. എപ്പോൾ നോക്കിയാലും നമുക്കിതാ ഈ അവരൊക്കെയും കൂടി നിരത്തില്ല കേട്ടോ. രണ്ടും കൂടി എടുത്തിട്ട് എന്നെ എപ്പോൾ നോക്കിയാലും മേടിക്കാത്ത ചന്തയിൽ കൊണ്ടുപോയിട്ട് അമ്മ അവിടെ വെച്ച് എക്സാമ്പിളായിട്ട് ഉദാഹരണത്തിന് ഇവൻ എന്തായാലും പുതിയൊരു വസ്തു ഉണ്ടാക്കിയാൽ അത് നന്നായത് നന്നല്ലെങ്കിൽ ഞാൻ ആദ്യം കഴിക്കണം, നീ ആദ്യം കഴിക്കണം. അല്ല, അങ്ങനെയാണല്ലോ സാധാരണ ഇവിടെ സംഭവിക്കാറ്. അപ്പോൾ ഇനി നമുക്ക് ഈ മല്ലിപ്പൊടി, മല്ലിയും കുരുമുളക് പൊടിയും കൂടി അതിലിട്ട് പിന്നെ ഈ ചതച്ച ഉണക്കമുളക് കൂടി ഇട്ട് അത് അമ്മ ചായച്ചാണോ മേടിച്ചിട്ട് തന്നെ ചായച്ചതുണ്ടായിരുന്നു? അല്ല, ചായച്ചത് കിട്ടാറുണ്ട്, അതാണ് ഞാൻ ചോദിച്ചിട്ടോ. ഇങ്ങനെ ചതച്ച് കിട്ടാറുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. അമ്മ ചായച്ചാണോന്നാണ് ചോദിച്ചത്. ഇത് ഞാൻ ചതച്ചതാണ്, മേടിച്ചതല്ല കേട്ടോ. ഈ അങ്ങനെ ഇതാവല്ലേ. അല്ല, ചോദിക്കണം, സംശയങ്ങൾ തീർക്കണ്ടേ. അപ്പോൾ ഇത് ഇവിടെ കിടന്നിട്ട് മെല്ലെ ആവട്ടെ കേട്ടോ. അതിന് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. ഒരു മിനിറ്റ്, മെല്ലെ ആവൂട്ടോ. പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മെല്ലെ ആവട്ടെ. ഇപ്പൊ അമ്മ എന്താ പറഞ്ഞത് നമുക്ക് വല്ല ഓർമ്മയുണ്ടോ? അപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു കഥ പറയാം. കഥ പറഞ്ഞാൽ മതി, എന്നെ ഉദാഹരണത്തിന് എവിടെ കൊണ്ടേ വെക്കരുത്. എനിക്ക് സൗകര്യമില്ല അവിടെ പോയിരിക്കാൻ. ആ മാല നല്ല ഭംഗിയുള്ള മാലയാണ്. അതായത് അതിന്റെ കൊമ്പുകളില്ലേ, സ്വർണ്ണ നിറമുള്ള തിളങ്ങണ കൊമ്പുകള്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ സ്വർണം ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് സ്വർണ്ണ നിറം അങ്ങോട്ട് പറയുമ്പോ അമ്മ സ്വർണ്ണത്തിൽ ഇങ്ങനെ മുങ്ങി അടിച്ച പോലെ പറയണത്. ആയിക്കോട്ടെ. സ്വർണ്ണ നിറമുള്ള നല്ല കൊമ്പുകള്. പിന്നെ ശരീരമാണെങ്കിൽ മാനിന്റെ നല്ല ഭംഗിയല്ലേ, പുള്ളിയൊക്കെ നല്ല രസമല്ലേ. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു മാല. അടുത്ത ദിവസം എന്തായാലും തടാകത്തിൽ വെള്ളം കുടിക്കാൻ വന്നപ്പോ അത് ആ തടാകത്തിലെ വെള്ളത്തിൽ അതിന്റെ രൂപം കണ്ടപ്പോ അതിന് ഞാൻ ഇത്രയും ഭംഗിയോ, ഇത്രയും നല്ല സ്വർണ്ണ നിറമുള്ള തിളങ്ങണ കൊമ്പ്, എന്ത് ഭംഗിയാണിത്. ശരീരം നോക്കുമ്പോ ശരീരം അത്ര ഭംഗി, ഈ വർണ്ണമയമായ സൗന്ദര്യം അതൊക്കെ കണ്ടിട്ട് അഹങ്കരിച്ചു മതി പറഞ്ഞു. അങ്ങനെ കൊറേ നേരം നോക്കി, അങ്ങനെ മിസ് യൂണിവേഴ്സ് ആയ ഒരു മാന് തന്നെത്താനേ അത് നോക്കി നിന്നിട്ട് അവസാനം അതിന്റെ ദൃഷ്ടി അതിന്റെ കാലിലേക്ക് പോയപ്പോ കാല് കറുത്തിട്ടല്ലേ പൊതുവെ ഇങ്ങനെ. അത് കണ്ടപ്പോ അയ്യോ, എന്റെ ഈ രൂപത്തിനും ഈ കൊമ്പും ഇതൊക്കെ ഉള്ള ഈ കാലില് ദൈവം എനിക്ക് ഇങ്ങനെയാണല്ലോ തന്നത്, ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഈ മാനിന് ഇതിന്റെ കാലിന് ഇഷ്ടമല്ല. അത് കുറെ നേരം നക്കിയിട്ടും ഒക്കെ നോക്കി പറ്റുമോ? അല്ല, അത് ശരിയാണ് അമ്മ പറഞ്ഞത്. കാരണം എന്താ അറിയോ, ഈ മാൻ ഇതുകൊണ്ട് വേറെ എവിടെയും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പഠിപ്പിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് അത് പാവ അതിനൊരു നാക്കുണ്ട്, നക്കിയിട്ട് കൊടുക്കുമെന്ന് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇതിന് എന്താ പറഞ്ഞ അതിന് ഭയങ്കര വിഷമം. എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി. ഈ മനുഷ്യന് വിഷമം ഏറ്റവും കൂടുതൽ വരാനുള്ള കാരണം എന്താ അറിയോ, ഈ കണ്ണാടി പോലെ എന്തെങ്കിലും നമ്മുടെ മുമ്പത്തുണ്ടാവുമ്പോഴാണ്. എന്ന് വെച്ചാൽ അത് വെള്ളത്തിൽ കാണാനാണെങ്കിലും ശരി, കണ്ണാടിയിൽ കാണുകയാണെങ്കിലും ശരി, അപ്പോഴാണ് നമ്മുടെ കുറവുകൾ നമ്മളിലേക്ക് നോക്കുക. സൗന്ദര്യം നോക്കുന്നതിനൊപ്പം തന്നെ എനിക്ക് എന്താണ് കുറവെന്ന് മനുഷ്യൻ നോക്കാനൊരു കണ്ണാടി വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? എന്നിട്ട് കാലുകളുടെ കുറവും കൊണ്ട് വിരഹഗാനം പാടിയും കൊണ്ട് മാനങ്ങൾ നടക്കരുത്. അപ്പൊ ഒരു തുള്ളി വെള്ളങ്ങൾ ഒറ്റിച്ചു കൊടുക്കുക. ഇപ്പോഴാണ് ഇതിന് വെള്ളം ഒഴിച്ചത്. ഒരു തുള്ളി അങ്ങനെ എന്താ പറയാ, ഞാൻ ഇട്ട് കൊടുക്കുക. തുള്ളി വെള്ളം എന്നിട്ട് അതെന്ത് ചെയ്തു, കാലിനെ തല്ലി ഒടിച്ചോ? അപ്പൊ ഇതിന് അതൊരു വല്ലാത്ത വിഷമായിരുന്നു, കാലിന്റെ കാര്യം. അയ്യോ, എന്റെ കാലിന് തീരെ ഭംഗിയില്ല എന്നുള്ള ഒരു വിഷമം. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇത് കാട്ടുകോട അങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ച് മൃഗങ്ങള് നമ്മുടെ ഈച്ച പാറ്റേനൊക്കെയാണ് പ്രാണി പറയാ. ശരി, മൃഗങ്ങള് ഇതിനെ ഓടിച്ചോണ്ട് വന്നു, ആക്രമിക്കാൻ വന്നപ്പോ ഇത് പേടിച്ചിട്ട് ഓടി കുറേ ദൂരെത്തി. ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1-2 മണിക്കൂർ ഇത് ഓടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് കുറേ വള്ളി ഒക്കെ പടർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോ ഇതിന്റെ കൊമ്പ് എന്തായി, ഈ വള്ളിയിൽ തടഞ്ഞു. മാനിന്റെ കൊമ്പിന് ഇങ്ങനെ ഇതൊക്കെ ഇല്ലേ, വള്ളിയിൽ കുടുങ്ങിയപ്പോ ഈ മാന അവിടെ വീണു. അത് എടുക്കാൻ പറ്റിയാലേ മാനിന് ഓടാൻ പറ്റുമോ? അപ്പൊ വള്ളിയിൽ കുടുങ്ങിയപ്പോ മാന അവിടെ വീണപ്പോ എല്ലാ മൃഗങ്ങളും വന്നിട്ട് വളഞ്ഞു. അപ്പൊ അതിന് തോന്നി, ഇനി എനിക്ക് രക്ഷയില്ല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ, ഞാൻ കുടുങ്ങി, എന്റെ എല്ലാം കഴിഞ്ഞു എന്നുള്ള തോന്നൽ അതിന് വന്നു. അപ്പോഴാണ് അത് ഓർത്തത്, ഈ 2 മണിക്കൂർ അതിനെ രക്ഷിച്ചത് ഈ കാലുകളാണ്.
ഇത് ഏതിനെയാണോ വെറുത്തത്, ഈ കാലുകൾ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ കാലിനെയാണ് എന്നത് വെറുത്തത്. അല്ലല്ല, അതിന്റെ കൊമ്പിനോട് ഭയങ്കര അഭിമാനമായിരുന്നു, അഭിമാനാ. അതിന്റെ ശരീര ഭംഗിയോട് അതിന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. പക്ഷെ ഒരിക്കലും ഈ കാലിനെ അത് സ്നേഹിച്ചിട്ടില്ല. പക്ഷെ ഈ എത്ര അഭിമാനം തോന്നി അത്രയും അഹങ്കരിച്ചോ ആ കൊമ്പ് കൊണ്ടാണോ അവിടെ വീണത്. ഈ കാല് ഈ 2 മണിക്കൂർ നേരം അതിന്റെ ജീവൻ രക്ഷിച്ചത് ഏതാണ്? ഈ കാലുകളാണ്. അപ്പൊ അതോർത്തു, ദൈവമേ, ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഇങ്ങനെയാണ്. അപ്പൊ ഏത് ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കരുത്, അല്ലേ? അപ്പൊ കണ്ടില്ലേ, ആ ഭംഗിയുള്ള കൊമ്പുകൾ കാരണമാണ് അതിൻ്റെ അവിടെ മരണം സംഭവിക്കാൻ ഇടയായത്. കാലുകൾ 2 മണിക്കൂറെങ്കിലും അതിന്റെ ജീവൻ രക്ഷിക്കുകയല്ലേ ചെയ്തത്. അതെ, 2 മണിക്കൂറെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശം നൽകിയത് അത് ഏറ്റവും കൂടുതൽ വെറുതെ കാലുകലായിരുന്നു. നമ്മൾ മനുഷ്യരും സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ചില മനുഷ്യരെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇവരായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരെ കണക്ക് കൂട്ടുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക, അവർക്കൊരു സ്റ്റേജ് വെച്ചിട്ടുണ്ടാവും, 1st, 2nd ഗ്രേഡ് വെച്ചിട്ടുണ്ടാവും. അതുപോലെ മനുഷ്യരെ കണക്കാക്കിയിട്ട് ചിലരെയൊക്കെ നമ്മൾ ഒരുപാട് മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഈ മാറ്റി നിർത്തിയ വ്യക്തികളായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സഹായിയായിട്ട് വരിക. അപ്പോൾ ഒന്നിനെയും മാറ്റി നിർത്താൻ പാടില്ല. അതുപോലെ തന്നെ മനുഷ്യൻ അവനവൻ്റെ കുറവുകൾ, നമുക്ക് കുറവെന്ന് തോന്നുന്ന ആ കുറവായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്നത് നമുക്കിതൊരു കുറവാണെന്ന് ഒരാൾ ചിലപ്പോൾ മനസ്സിനോട് ചിന്തിക്കുന്നുണ്ടാവും, ആ ഒരു നിറമാണ് അവൾക്ക് ഭംഗി, അല്ലെങ്കിൽ ആ ഒരു മുടിയാണ് ഭംഗി, ചിന്തിക്കാൻ ആരെങ്കിലും ഒരാളുണ്ടാവും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഒന്നും മോശമായതില്ല. ഇനി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് നിറച്ച് വെച്ച് പിന്നെ അത് ഓഫ് ചെയ്യാം. ആയി കേട്ടോ, വേഗം വേവും. അതാണ്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതേപോലെ മനുഷ്യൻ പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ എന്നും മനുഷ്യൻ എന്താ അറിയോ, ഇപ്പം ഞാൻ അമ്മയിലേക്ക് നോക്കുകയാണ്. അപ്പം അമ്മ പെട്ടെന്ന് ഒരു ഉയരങ്ങളിലെത്തി, അമ്മയ്ക്ക് എന്തോ ഒരു കഴിവ്, അതുകൊണ്ട് അമ്മ ഉയരങ്ങളിലേക്ക് എത്തി. അപ്പം ഞാനെന്ന് പറഞ്ഞ വ്യക്തി ചിന്തിക്കണം എന്താ അറിയോ, ഈ അമ്മ സഞ്ചരിച്ച വഴിയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് അതേ വഴിയിലൂടെ തന്നെ ഞാൻ പോകണമെന്ന് ചിന്തിച്ചിട്ട് എനിക്കുള്ള വഴി ഞാൻ മറക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ, ഈ പ്രപഞ്ചശക്തി എന്നൊരു ശക്തിയുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ നിമിത്തങ്ങൾ വെച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികൾ അവരിങ്ങനെ തന്നെ ആവണം, ഈ രീതിയിലെത്തണം, ഇന്ന സന്നിവേശങ്ങളൊക്കെ കടന്നു പോകണം, ഇവിടെ ആയിരിക്കണം എന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണു, അമ്മ എങ്ങനെയാണ് സഞ്ചരിച്ചത് ആ വഴി കൂടെ അമ്മേനെ കോപ്പി അടിച്ച് ഞാൻ സഞ്ചരിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കോപ്പി അടിച്ച് സഞ്ചരിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതേ പ്രപഞ്ചശക്തി എനിക്ക് നൽകിയിട്ടുണ്ട്, എല്ലാവർക്കും ഒരു നന്മ നൽകിയിട്ടുണ്ടാവും. അത് ഞാൻ മനസ്സിലാവാതെ പോവുകയാണ്. കാരണം എൻ്റെ അടുത്ത് എനിക്ക് വേണ്ട നന്മകളും പ്രപഞ്ചശക്തി എനിക്ക് തന്നിട്ടുണ്ടാവും. ഓരോരുത്തർക്കനുസരിച്ച് അവർക്ക് വേണ്ടത് അവർക്ക് നൽകിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ജീവിക്കാൻ സ്വയം മറന്നു പോകുന്നു. ഞാൻ എന്താ ചെയ്യണത്, അമ്മേനെ നോക്കി കോപ്പി അടിച്ച് അമ്മ വലുതായി, ആ വലുതായ അമ്മയുടെ പിന്നാമ്പുറത്ത് കൂടെ തന്നെ പോയിട്ട് അമ്മേനെ പോലെ തന്നെ ഞാൻ ആവണമെന്ന് ശ്രമിക്കുമ്പോൾ എനിക്കാവാൻ ഒരു സന്നിവേശം അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും എൻ്റെ അടുത്ത്, തൊട്ടടുത്ത്. പക്ഷെ ഞാനത് കാണാതെ പോവുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആദ്യത്തെ തെറ്റ്. രണ്ടാമത്തെ ഒരു മനുഷ്യൻ്റെ തെറ്റുണ്ട്, എന്താ അറിയോ, അത് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ വലിയ കുറേ ആൾക്കാർ കുടുംബത്തിലുണ്ടെന്ന് വിചാരിക്കുക. കുടുംബത്തിലും കൂട്ടുകാരന്മാരായിട്ടും അങ്ങനെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് വലിയ ആൾക്കാർ നമ്മുടെ ഒപ്പമുണ്ട്. അവർക്കെന്നും നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്തുകൊണ്ടാണ് ഈ സ്നേഹം എന്ന് പിന്നീട് നമുക്കൊരു ദിവസം മനസ്സിലാവും. കാരണം എന്താ പറയുക, ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ വലുതായിക്കൊണ്ടിരിക്കാമെന്നൊരു തോന്നൽ വരുമ്പോൾ മെല്ലെ പിന്നാക്കം വരയുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എന്ന് വെച്ചാൽ അവരെന്നും ആഗ്രഹിക്കുന്നത് അവൻ്റെ കൈയിൻ്റെ താഴെ അല്ലെങ്കിൽ കാൽച്ചോട്ടിൽ ഉണ്ടാവണം എന്നുള്ള സ്നേഹമായ ആണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് സ്വയം തോന്നുകയാണ്, ഇല്ല ഇവൻ പഠിച്ച് വലിയൊരാളാവും, അങ്ങനെ ചില തോന്നൽ. ഇല്ല ഇവൻ ഈ മേഖലയിൽ കൂടെ പോയിട്ട് എങ്ങനെ ഇവൻ രക്ഷപ്പെടും, അങ്ങനെ ഒരു തോന്നൽ. ഇവൻ ഈ വഴി ഉണ്ടാക്കി കൊടുത്താൽ അവൻ തീർച്ചയായിട്ടും 100% ജയിക്കും, അങ്ങനെയൊക്കെ ഒരു തോന്നൽ. അങ്ങനെ പല തോന്നലുകൾ കാരണം കൊണ്ട് ജയിക്കുന്ന ഉറപ്പ് വരുന്ന സമയത്ത് അവൻ്റെ സ്നേഹത്തിലൊരു വ്യത്യാസം വരികയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അവർ മെല്ലെ പിൻവലിയുമ്പോൾ അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ, യഥാർത്ഥമായിട്ട് ഒരു ദിവസം പോലും അവർ സ്നേഹിച്ചിട്ടില്ല. അവരാഗ്രഹിച്ച എന്താണ്, എന്നും അവരുടെ താഴെയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവർ നൽകിയത് എന്താണ്, സ്നേഹമല്ല, സിമ്പതിയാണ്. അപ്പോൾ നമ്മൾ പലരും തെറ്റിദ്ധരിക്കപ്പെടും. നമ്മളൊന്നുമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെയുള്ള സമയത്ത് നമ്മളെ ആലിംഗനം ചെയ്യാനും കെട്ടിപ്പിടിക്കാനും ദിവസം സംസാരിക്കാനുള്ള ആൾക്കാർ പെട്ടെന്നൊരു സുപ്രഭാതം നമ്മൾ എന്തോ നായി, ഒരുപാട് വലുതായില്ല, എന്തോ നായി എന്നൊരു തോന്നൽ വരുമ്പോഴേക്കും നമ്മളിൽ നിന്നൊരു അകൽച്ച പാലിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, ഇവൻ എവിടെയോ എൻ്റെ അടുത്ത് എത്താറായി, അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിൻ്റെ അടുത്ത് ഇവൻ സമ്പത്ത് ഉണ്ടാക്കാൻ തുടങ്ങി,
അല്ലെങ്കിൽ എൻ്റെ മക്കളെക്കാളും വിദ്യാഭ്യാസവും ഇവന് കിട്ടാൻ പോയി, അങ്ങനെ ഒരു തോന്നലില്ല. ആ തോന്നൽ ഒരിക്കലും സ്നേഹമല്ല. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എന്തോ ഒന്നിൽ നിങ്ങൾ ഒരിത്തിരി നിങ്ങൾക്ക് സന്തോഷം കിട്ടിയെന്ന് തോന്നുന്ന സമയത്ത് അവരുടെ ഭാവനകൾ മാറുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്നും ഒരു സ്ഥാനം തന്നിട്ടില്ല. അപ്പോൾ 2 ടൈപ്പ് ആൾക്കാർ. ഒന്ന് മറ്റുള്ളവരെ കോപ്പി അടിക്കാൻ പോയിട്ട് അവനവന് കിട്ടുന്ന ലാഭം കൂടി നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കുണ്ട്, പ്രപഞ്ചശക്തി ഒന്നാണ്, എല്ലാവർക്കും നൽകിയിട്ട് ഈ ലോകത്ത് ജനിച്ച ഒരു വ്യക്തിക്കും പ്രപഞ്ചശക്തിയുടെ സഹായം ഇല്ലാതെ പോവില്ല. അത് ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ വരും. എന്തുകൊണ്ട് കാണാതെ പോയി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ അറിയോ? നമുക്ക് കിട്ടുന്ന വരദാനങ്ങൾ, നമുക്ക് കിട്ടുന്ന വഴികൾ സത്യത്തിൽ നമ്മൾ അറിയാതെ പോവുകയാണ്. കാരണം നമ്മുടെ നോട്ടം മുഴുവനും അപ്പുറത്ത് അവരെങ്ങനെയായി ആ വഴി കൂടെ സഞ്ചരിക്കാം. ദൈവം ഓരോരുത്തർക്കും വെച്ചെടുക്കുന്ന ഓരോ വഴികളാണ് എന്നുള്ള സത്യത്തെ ഒരിക്കലും മറക്കാതിരിക്കുക. ചില ബന്ധങ്ങൾ ഒരിക്കലും ആരുടെയും സ്നേഹം ഒരു സിമ്പതിയുടെ പുറത്താവരുത്. ഒരു സ്നേഹബന്ധം വലിയവനാവാം, ചെറിയവനാവാം, പൈസ ഉള്ളവനാവാം, ഇല്ലാത്തവനാവാം, അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഭംഗി ഉള്ളവനാവാം, ഇല്ലാത്തവനാവാം. ഇതൊക്കെ ലോകം കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കരുത്. എന്താണ് ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിലേക്ക് പോകണം ഒരേ ശരീരം, ആർക്കും ഒരു ഭംഗിയില്ലെന്ന് മനസ്സിലാവണത് നമ്മളിനി കുറച്ച് അല്പനേരത്തിനുള്ളിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ മണ്ണിലോ ചിതയിലോ ഇടുന്ന് പറയുന്ന സമയത്ത് മാത്രമേ മനസ്സിലാവുള്ളൂ ഭംഗിക്കൊരു സ്ഥാനം ഇല്ല എന്നത്. എന്നാലും പറയുകയാണ്, ജീവിച്ചിരിക്കുമ്പോൾ ഇതിനൊക്കെ മനുഷ്യൻ വലിയൊരു സ്ഥാനം കൊടുക്കും. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സമ്പത്തിന്, ഭംഗിക്ക്, ഉയർച്ചയ്ക്ക് ഒക്കെ സ്ഥാനം തന്നെ അടുക്കുന്ന വ്യക്തികളും അങ്ങനെ ഒരു സ്ഥാനം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അകന്നു പോണ വ്യക്തികളും രണ്ടും മനുഷ്യ സ്നേഹികളല്ല, മനുഷ്യൻ്റെ ഇടയ്ക്ക് കൂട്ടാൻ പറ്റിയവരല്ല, ഹൃദയത്തിൽ സ്ഥാപിക്കാൻ പറ്റിയവരല്ല. ശരിയാണോ? അപ്പോൾ ഇതായോ? അപ്പം കണ്ടില്ലേ, ഇതാണ് നമ്മളിപ്പോൾ ഒരു പരിപ്പ് കറി എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ ഒരു രസമോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഇത് കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ റൊട്ടിയോ അല്ലെങ്കിൽ ബ്രെഡോ അതിൻ്റെയൊക്കെ കൂടെ ഇത് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുണ്ടോ വെന്തു, കണ്ടോ? ഞാൻ അത് കാണിച്ചത് നിങ്ങൾ എന്തിനാ വെന്തിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. കണ്ടോ, ഉടയും. ഇനി ഉടച്ചു കഴിഞ്ഞാൽ ഉടയും. ഇങ്ങനെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ഒരു കുറച്ച് മസാല. ഇങ്ങനെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാനിതിലിട്ട് അവരെക്കാളും വേണമെന്നില്ല. ഗ്രീൻ പീസോ കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇവിടെ കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇത് പാലക്കാട് സൈഡിലൊക്കെ കിട്ടാറുള്ളൂ. പിന്നെ റെയർ കേസിൽ എവിടെയെങ്കിലും പാലക്കാടൊക്കെ ചിലപ്പോൾ കിട്ടാറുണ്ട്. അപ്പം അതില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ കടല ഗ്രീൻ പീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ്. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ കറി വെച്ചിട്ട് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇനിയിപ്പോൾ നമ്മൾ ഊണോ ചപ്പാത്തിയൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കുകയാണെങ്കിൽ അത് കണ്ടോ നല്ലോണം വേവും ഉടയും. ഇത് ഉടയ്ക്കാൻ പാടില്ല, അങ്ങനെ കഴിക്കുകയാണ് നല്ലത്. അതുകൊണ്ടാണ് ഇത് ഉടച്ച് ഞാൻ കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇന്നൊരു പരിപ്പ് കറിയും വെച്ച് ഇതും കൂട്ടി പപ്പടം കൂട്ടി ഞങ്ങൾ ചോറുണ്ട്. കുറച്ച് തൈരൊക്കെ എത്ര പറഞ്ഞാൽ ചൂടല്ലേ, അപ്പോൾ കുറച്ച് തൈരൊക്കെ കൂട്ടി ചോറുണ്ണ അല്ലേ? തീർച്ചയായും. നിനക്ക് ഇത്തിരി ഇരിക്കുന്നുണ്ടോ അവിടെ? അത് മതിയല്ലോ. അപ്പൊ പിന്നെ നിന്റെ കാര്യം നീ മേടിക്കണ്ട. അച്ഛൻ്റെ എന്ത് കാര്യം അല്ല, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ. പരിപ്പ് കറി അല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അറിയോ, പരിപ്പ് നിനക്ക് ഇഷ്ടമാണത്. പരിപ്പ് നന്നായി പച്ചമുളകും 2 തക്കാളിയും കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുക. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് താളിച്ചിട്ട് കുറുന്നനെ പരിപ്പിട്ട് അത് കൂട്ടിയിട്ട് ചോറ്. ഇപ്പൊ എന്താ പറയാ, വേനൽക്കാലല്ലേ, എല്ലാ മസാലയും കൊണ്ട് നിറയ്ക്കുക. ഒരു മസാല എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് അതിന്റെ കൂടെ മറ്റുള്ളത് മസാല ഇല്ലാത്ത കറിയൊക്കെ കൂട്ടുകയാണ് നല്ലത്. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അതിനാ നിന്റെ മുഖഭാവം കണ്ടപ്പോ ഇനി മനസ്സിലായി. അയ്യോ അമ്മ നേരത്തെ പറഞ്ഞിട്ട് വെയില് ചൂടുന്നൊക്കെ അതിന്റെ പ്രഭാവമാണ് മകള്. അയ്യടാ. അപ്പൊ ഈ പരിപ്പ് കറി ഈ സൈഡ് ഡിഷൊക്കെ കൂട്ടി നിങ്ങളുടെ കൂടെയൊക്കെ വരും കേട്ടോ. പിന്നെ നല്ല തൈര് എവിടെ കിട്ടില്ല, ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അതല്ല, നല്ല തൈരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടി അച്ചാറുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു അച്ചാർ ഇട്ടുണ്ട്. അതുണ്ടോ? അപ്പൊ ഇത് മെഗാ എപ്പിസോഡാണോ? അല്ല, കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇതൊക്കെ അടച്ചു വെച്ചു. ഞാനൊരു അച്ചാർ ഇട്ടിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ്. മുഴുവൻ ചെറുനാരങ്ങ അച്ചാറിട്ടിരിക്കുകയാണ്. അങ്ങനെ വലുതായിട്ട് ഇതിങ്ങനെ പ്ലേറ്റ് എടുത്ത് വേണ്ട, അതങ്ങനെ കാണിച്ചാലും മതി. കണ്ട ഇങ്ങനെ 4ആക്കിയിട്ട് ഇതിങ്ങനെ 4ആക്കി ഇങ്ങനെ ഫുള്ളിങ്ങനെ ഇതാവാണ്ട് ഇതങ്ങനെ
എന്നിട്ട് ഇതിൽ അച്ചാർ പൊടിയൊക്കെ ഇട്ടിട്ട് അച്ചാർ ഉണ്ടാക്കി വെച്ചതാണ്. നല്ല ടേസ്റ്റായി അച്ചാർ. ഇത് കുറച്ച് മധുരം ഉണ്ടാവും, പുളിപ്പും ഉണ്ടാവും. എരിവും മധുരവും ആ അച്ചാറാണ്. അപ്പം അതും കൂട്ടിയിട്ട് തരാം. അച്ചാർ പാകമായി, ഞാൻ ഇട്ട് വെച്ചിട്ട് 10-15 ദിവസമായി. ഇന്ന് ഇതിന് പോണതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാം കേട്ടോ.